നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. തുള്ളിത്തിമിർക്കുകയാണ് തുലാവർഷം. ജനാലകൾക്കിപ്പുറം മഴ മനോഹരമാണ്. പക്ഷേ അതിനപ്പുറം മഴക്കെടുതികൾ അങ്ങേയറ്റം രൂക്ഷവും. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളുടെ എണ്ണം കൂടുന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു. സെക്കൻഡിൽ 10,000 ഘനയടിയിലേറെ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കി വിട്ടുന്നത്. അങ്ങേയറ്റം ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് തുടരുന്നു. എല്ലാവരും സൂക്ഷിച്ച് സുരക്ഷിതരായിരിക്കുക. ഇതുവരെയുള്ള തലക്കെട്ടുകൾ നോക്കുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ഇടുക്കിയിൽ കെടുതി രൂക്ഷം. ജലവിനോദങ്ങൾ നിരോധിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ ജലം തുറന്നുവിടുന്നു. പെരിയാർ തീരത്ത് ജാഗ്രത. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുന്നിൽ നാടകീയ രംഗം. പൊട്ടിക്കരഞ്ഞ RJD നേതാവ് മദൻ ഷാ. സീറ്റിനു വേണ്ടി സഞ്ജയ് യാദവ് 2.25 കോടി രൂപ ചോദിച്ചുവെന്ന് ആരോപണം. PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ട്. പദ്ധതിയിൽ ഒപ്പിടാൻ കേന്ദ്രത്തെ സമ്മതമറിയിച്ചു. തീരുമാനം CPI-യുടെ എതിർപ്പിനെ മറികടന്ന്. ഫണ്ട് വാങ്ങിയാലും കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നിലപാടിൽ മാറ്റമില്ലെന്നും ചർച്ചയ്ക്ക് വരുമ്പോൾ അഭിപ്രായം പറയുമെന്നും മന്ത്രി രാജൻ. ഹിജാബ് വിവാദത്തിന് പിന്നാലെ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നിന്നും 2 കുട്ടികൾ കൂടി പഠനം നിർത്തുന്നു. സ്കൂൾ അധികൃതരുടെ പ്രതികരണങ്ങൾ വേദനിപ്പിച്ചുവെന്ന് രക്ഷിതാക്കൾ. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്ന് മാതാപിതാക്കൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം ശക്തമാക്കാൻ BJP. 24, 25 തീയതികളിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് രാപകൽ സമരം. പെർത്തിൽ തകർന്നടിഞ്ഞ് ഇന്ത്യ. ഓസ്ട്രേലിയക്കെതിരെ 4 വിക്കറ്റിന് 48 റൺസ് എന്ന നിലയിൽ. കളിക്ക് തടസ്സമായി മഴ. മത്സരം 35 ഓവറായി ചുരുക്കി. സംസ്ഥാനത്ത് മഴ അതിശക്തമായി തുടരുന്നു എന്ന വാർത്തകൾ തന്നെയാണ്. മധ്യ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുമുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് തുലാവർഷം കനക്കുകയാണ്. അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ മഴ തുടരുകയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുകയാണ്. അറബിക്കടലിൽ ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി നിന്നിരുന്ന ന്യൂനമർദ്ദം അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് വിലയിരുത്തൽ. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. ഇതിൻ്റെ സ്വാധീനത്തിൽ ചൊവ്വാഴ്ചയോടെ മഴ വീണ്ടും ശക്തി പ്രാപിച്ചേക്കും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇടുക്കിയിൽ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. കുമളി മേഖലയിലെ കടകളിലും വീടുകളിലും എല്ലാം വെള്ളം കയറി. മലവെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെയാണ് 1-ാം മൈൽ പ്രദേശങ്ങളടക്കം വെള്ളത്തിലായത്. വെള്ളാരംകുന്നിൽ റോഡിലേക്ക് വീണ മൺകൂനയിൽ ബൈക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. വെള്ളാരംകുന്ന് സ്വദേശി തങ്കച്ചനാണ് മരിച്ചത്. രാത്രി പെയ്ത മഴയിൽ മുല്ലപ്പെരിയാർ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. അണക്കെട്ടിന്റെ 13 ഷട്ടറുകളിൽ കൂടിയും സെക്കൻഡിൽ 10,708 ഘനയടി വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട്. കൂടുതൽ വെള്ളം എത്തിയതോടെ പെരിയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. വണ്ടിപ്പെരിയാർ, കടച്ചിക്കാട് മേഖലയിൽ 12 വീടുകളിൽ വെള്ളം കയറി. വരും ദിവസങ്ങളിലും മഴ നല്ലതുപോലെ ഉണ്ടാകുമെന്നാണ് മന്ത്രി കെ രാജൻ പറയുന്നത്. 24-ാം തീയതി വരെ ജാഗ്രത പുലർത്തണം. ഇടിമിന്നലോടുകൂടിയ മഴയായിരിക്കും. കരുതലോടെ കാണണം. വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നല്ല മഴയുണ്ടെങ്കിലും ഒരുമിച്ച് സംസ്ഥാനമാകെ മഴ പെയ്യുന്ന സാഹചര്യമില്ലെന്നും മന്ത്രി കെ രാജൻ തൃശ്ശൂരിൽ പറഞ്ഞു. നല്ലതുപോലെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം.
ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള മഴയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ടതാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലെ പീരുമേട്, അട്ടപ്പള്ളം എന്ന ഭാഗത്ത് വനമേഖലയിൽ ഒരു ഉരുൾപൊട്ടിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാത്രി പെയ്ത മഴ വെള്ളം ഒഴുകിപ്പോകാതെ തടസ്സപ്പെട്ട എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റെയിൽവേ സ്റ്റേഷൻ നവീകരണം നടക്കുന്നതിനാൽ വെള്ളത്തിനൊഴുകിപ്പോകാൻ കഴിയാത്തതാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള റോഡ് വെള്ളത്തിലായതോടെ കാൽനട യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കാൻ ഏറെ ബുദ്ധിമുട്ടി. ഓട്ടോറിക്ഷക്കാർ ചേർന്ന് കാന വൃത്തിയാക്കിയതോടെയാണ് വെള്ളം ഒഴുകിപ്പോകാൻ തുടങ്ങിയത്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റെയിൽവേ അധികൃതർ ഒന്നും ചെയ്യുന്നില്ല എന്ന് ആക്ഷേപമുണ്ട്. കാലത്തെ അവസ്ഥ വെച്ചുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ ലെവലിൽ തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ ഇപ്പോൾ ആ റോഡ് ബ്ലോക്കാണ്. ഇപ്പോൾ വൺ വേ ആണ്, റെയിൽവേ ഇറങ്ങി വരുന്ന വഴി വരുന്ന വണ്ടി റോഡ് ബ്ലോക്കായിട്ടാണ് ഉള്ളത്. ഇപ്പോഴും ബ്ലോക്കായിട്ട് തന്നെയുള്ളത്. ഇന്നലെ നാട്ടുകാരുമാണ്. ഞാൻ ടാക്സി ഡ്രൈവറാണ്. ഞാൻ രാവിലെ തൊട്ട് ഇവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇത് ആൾക്കാർ വന്നിട്ട് ഇത് പോകാൻ വഴിയില്ല, ലഗേജ് എടുക്കാൻ, ലഗേജ് പെണ്ണുങ്ങളെല്ലാം ലഗേജ് തല ചുമന്നുകൊണ്ടാണ് പോയത്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നതോടെ ബീഹാറിൽ രാഷ്ട്രീയ നാടകങ്ങളുടെ അരങ്ങേറ്റം തന്നെയാണ്. ഒപ്പം കോഴ വിവാദവും കനക്കുന്നു. RJD നേതാവ് മദൻ ഷായാണ് പാർട്ടിയെ കുരുക്കി കോഴ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലാലു പ്രസാദ് യാദവ് തനിക്ക് നേരിട്ട് വാഗ്ദാനം ചെയ്ത സീറ്റിന് RJD നേതാവ് സഞ്ജയ് യാദവ് കോഴ ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപണം. സീറ്റിനു വേണ്ടി സഞ്ജയ് യാദവ് 2.25 കോടിയാണ് ചോദിച്ചത്. പണം നൽകാൻ കഴിയാത്തതുകൊണ്ട് തനിക്ക് ലാലു മുന്നോട്ട് വെച്ച സീറ്റ് നഷ്ടമായെന്നും മദൻ ഷാ പറഞ്ഞു. പണം വാങ്ങി സഞ്ജയ് യാദവ് മറ്റൊരു നേതാവിന് സീറ്റ് നൽകിയെന്നാണ് മദൻ ഷായുടെ ആരോപണം. ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുന്നിലെത്തി കരഞ്ഞുകൊണ്ടാണ് മദൻ ഷാ വിവരങ്ങൾ പുറത്തുവിട്ടത്. बाप रे बाप, अरे बाप रे बाप, बाप रे बाप। क्या हो गया आपके साथ? 2020 में लालू जी हमको रांची में बुलाकर टिकट ये सर्वे कराए कि तेली का संख्या वहाँ जो है ना 60,000 बैस का है। मदन शाह रणधीर सिंह को हराएगा। कहाँ से? अरे तुम मधुबन विधानसभा मोतिहारी 18 में भाई, समझे। तेजस्वी जी, लालू जी बुलाकर हमको बोले कि तुम लड़ो, हम എന്തായാലും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിലെ വിള്ളൽ ആയുധമാക്കുകയാണ് BJP. രാഹുൽ ഗാന്ധിയുടെയും തേജസ്വിയുടെയും അസഹിഷ്ണുത ഘടകകക്ഷികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് BJP ആരോപിക്കുന്നു. അതേസമയം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമ്പോൾ സഖ്യം സജീവമാകുമെന്നാണ് RJD നേതാക്കൾ പറയുന്നത്. വോട്ടർ അധികാർ യാത്രയും ബീഹാർ അധികാർ യാത്രയും കൊണ്ട് NDAയെ മറികടക്കാം എന്നുള്ളതായിരുന്നു RJD നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന്റെ പ്രതീക്ഷ. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെ കാര്യങ്ങൾ പ്രതിപക്ഷ സഖ്യത്തിന് അനുകൂലമല്ല. സീറ്റ് വിഭജനം പോലും കൃത്യമായി പൂർത്തിയാക്കാൻ ഇപ്പോഴും മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. സീറ്റ് വിഭജനത്തിലെ അതൃപ്തി പരസ്യമാക്കി ജാർഖണ്ഡ് മുക്തി മോർച്ച സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ മഹാസഖ്യത്തിന്റെ ആത്മവിശ്വാസം കുറയുന്ന കാഴ്ചയാണ് ബീഹാറിൽ കാണുന്നത്. 135 സീറ്റിൽ RJD, 60 സീറ്റിൽ കോൺഗ്രസ്, 16 സീറ്റിൽ VIP, 30 സീറ്റിൽ ഇടത് പാർട്ടികൾ എന്നിങ്ങനെയാണ് പ്രാഥമിക ധാരണ. 53 സീറ്റുകളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ സഖ്യത്തിലെ വിള്ളലിനെ പരിഹസിച്ച് BJP രംഗത്തെത്തിയിട്ടുണ്ട്. മഹാസഖ്യത്തിൽ വിള്ളലുണ്ടാകാനുള്ള പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെയും തേജസ്വിയുടെയും അസഹിഷ്ണുതയാണെന്നും ഘടകകക്ഷികൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നും BJP ആരോപിച്ചു. അതിന്റെ ഉദാഹരണമാണ് JMM സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്ന് BJP IT സെൽ തലവൻ അമിത് മാളവ്യ പറഞ്ഞു. മഹാസഖ്യം തകരുന്നത് ബീഹാറിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. JMM നിലപാട് ആദിവാസി സ്വാധീന മേഖലകളിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ. JMM സ്ഥാനാർത്ഥികൾ വഴി പ്രതിപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഗുണകരമാകുമെന്നും തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയോട് മുഖം തിരിച്ചു നിന്ന കേരളം ഇപ്പോൾ പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്തായാലും തീരുമാനം സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. CPIയുടെ എതിർപ്പ് തള്ളിയാണ് സർക്കാരിന്റെ തീരുമാനം. ഫണ്ട് വാങ്ങിയാലും കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു.
CPIയുടെ എതിർപ്പിനെ തുടർന്ന് നേരത്തെ പലതവണ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയിരുന്നു. സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിക്കുള്ള 1500 കോടി രൂപ 2 വർഷമായി കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് വഴി ഈ തുക നേടിയെടുക്കാനാണ് സർക്കാർ ശ്രമം. കേന്ദ്ര സർക്കാർ ഫണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും വെറുതെ 1466 കോടി രൂപ കളയണ്ടല്ലോ എന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിയുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിലും അത് രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അപകടത്തിൽ ചെന്നപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് 1466 കോടി രൂപയാണ് കിട്ടാനുള്ളത്, കുടിശ്ശികയടക്കം. PM ശ്രീയിൽ ഒപ്പിടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ CPI ഇപ്പോഴും ശക്തമായി നിലകൊള്ളുകയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരുമെന്നും പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് മുന്നിൽ PM ശ്രീ സ്കൂൾ എന്ന ബോർഡ് വയ്ക്കേണ്ടി വരുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ ഇതിനെ എതിർത്തത്. എന്നാൽ പദ്ധതിയിൽ ഒപ്പിട്ടാലും സിലബസിൽ നിന്ന് ചരിത്ര വസ്തുതകൾ ഒഴിവാക്കുന്നതടക്കം കേരളം അംഗീകരിക്കാത്ത ഒരു കാര്യവും നടപ്പിലാക്കില്ല എന്ന നിലപാടിലാണ് സർക്കാരുള്ളത്. 2022 രാജ്യത്തെ 14,500 സ്കൂളുകളുടെ നവീകരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതി എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM ശ്രീ പദ്ധതി പ്രഖ്യാപിച്ചത്. പദ്ധതിയിൽ ചേരാതിരുന്ന കേരളം, തമിഴ്നാട്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള സമഗ്ര ശിക്ഷാ പദ്ധതി ഫണ്ട് തരില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇതിന് മറുപടി നൽകിയത്. കരാർ ഒപ്പിടുന്നത് സംബന്ധിച്ച് അവ്യക്തതകൾ നിലനിൽക്കുന്നുവെന്നായിരുന്നു നേരത്തെ സർക്കാർ എടുത്ത നിലപാട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPI നേരത്തെ തന്നെ ഈ പദ്ധതിയെ എതിർത്തതാണ്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ നേരത്തെയുള്ള അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നത്. പുതിയ സാഹചര്യം ഉണ്ടായതായി അറിയില്ല. കേന്ദ്രം കേരളത്തെ ആക്രമിക്കുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. ഇത് എല്ലാ കാലത്തും തുടരുന്ന കാര്യമാണെന്നും മന്ത്രി കെ രാജൻ തൃശ്ശൂരിൽ പറഞ്ഞു. PM ശ്രീയിൽ ഒരു പുതിയ ഏതെങ്കിലും അഭിപ്രായങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഈ സമയം വരെ ഗവൺമെൻറ് നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളുമായി തുടരുകയാണ്. അത് അങ്ങനെ മുന്നോട്ട് പോകേണ്ട പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായതായിട്ടും ഞങ്ങൾക്കറിവില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുമ്പിലില്ല. സംസ്ഥാന സർക്കാരിനെ വല്ലാത്ത വിധത്തിൽ ആക്രമിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ മേഖലയിലും ഉള്ളതുപോലെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് പോലും പണം കൊടുക്കാതെ ഗവൺമെൻറ് വല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോടുള്ള അനീതി കാണിക്കുന്നുണ്ട്. അതിനെതിരായി ഒരു സമരമുഖം തീർക്കുക തന്നെയാണ്. കേരളം ഒന്നും അടിയറ വയ്ക്കാൻ കേരളം ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൻ്റെ അവകാശങ്ങൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരിടപെടൽ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പുതിയതായി എന്തെങ്കിലും ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടായതായിട്ട് അറിയില്ല. ഈ ഹിജാബ് വിവാദത്തിൽ കാര്യങ്ങൾ പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ നിന്നും 2 കുട്ടികൾ കൂടി പഠനം നിർത്തുകയാണ്. സ്കൂൾ അധികൃതരുടെ പ്രതികരണങ്ങൾ വേദനിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. അതേസമയം 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്നാണ് മാതാപിതാക്കളുടെ പുതിയ നിലപാട്. ഹിജാബ് വിവാദത്തിന് പിന്നാലെ പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ നിന്നും കൂടുതൽ കുട്ടികൾ സ്കൂൾ മാറുകയാണ്. 2-3 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് മാറ്റാൻ TCക്ക് അപേക്ഷ നൽകിയതായി രക്ഷിതാക്കൾ അറിയിച്ചു. ഹിജാബ് വിഷയത്തിൽ സ്കൂൾ അധികൃതർ നടത്തിയ പ്രതികരണം വേദനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രക്ഷിതാക്കൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. കുട്ടികളുടെ മാതാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് സ്കൂൾ മാറ്റം ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലാണ് കുട്ടികളെ ചേർക്കുന്നത്. ഈ സ്കൂളിൽ നിന്നും കന്യാസ്ത്രീയായ അധ്യാപിക വിളിച്ചുവെന്നും കുട്ടികളുടെ മാതാവിന്റെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. അതേസമയം 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്നാണ് കുടുംബത്തിന്റെ പുതിയ തീരുമാനം. ഹൈക്കോടതി നിലപാട് കൂടി അറിഞ്ഞ ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. സ്കൂൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കുടുംബത്തെയും കക്ഷി ചേർത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ഹൈക്കോടതി ഹർജി പരിഗണിക്കും. അതുവരെ കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ സാധ്യതയില്ല. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങുകയാണ് BJP. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് രാപകൽ സമരം നടത്തും. 24-ന് വൈകിട്ട് ആരംഭിച്ച് 25-ന് ഉച്ചവരെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. സംസ്ഥാന തലത്തിൽ നിന്നും പാർട്ടി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. ശബരിമല സമരം കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തുവെന്ന BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിമർശനത്തിന് പിന്നാലെയാണ് സമരം കടുപ്പിക്കാനുള്ള തീരുമാനം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി യുവതിയെ ആക്രമിച്ച പ്രതി പിടിയിൽ. മധുരയിൽ നിന്നാണ് പ്രതിയെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. ലോറി ഡ്രൈവറാണ് പിടിയിലായ പ്രതി എന്നാണ് സൂചന. ടെക്നോ പാർക്കിലെ IT കമ്പനി ജീവനക്കാരിയായ യുവതിയെയാണ്
ഹോസ്റ്റൽ മുറിയിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് അക്രമി ഹോസ്റ്റൽ മുറിയിൽ കയറിയതെന്നാണ് യുവതിയുടെ പരാതി. ഹോസ്റ്റലിന്റെ വാതിൽ തള്ളി തുറന്നാണ് പ്രതി അകത്തേക്ക് കയറിയത്. ഞെട്ടിയുണർന്ന യുവതി ബഹളം വെച്ചതോടെ അക്രമി ഓടി രക്ഷപ്പെട്ടു. പിന്നാലെ യുവതി കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മലപ്പുറം മഞ്ചേരിയിൽ യുവാവിനെ കഴുത്തറുത്തു കൊന്നു. ചാത്തങ്ങോട്ടുപുറം സ്വദേശി പ്രവീണാണ് മരിച്ചത്. ചാരങ്കാവ് സ്വദേശി മൊയ്തീൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുല്ലുവെട്ട് യന്ത്രം ഉപയോഗിച്ചാണ് മൊയ്തീൻകുട്ടി പ്രവീണിനെ ആക്രമിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജീവനൊടുക്കിയ വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്കിളിനെതിരെ ഗുരുതര ആരോപണമാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. ലോൺ നൽകാമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കുറിപ്പിൽ പറയുന്നു. അതേസമയം ജോസ് ഫ്രാങ്കിളിനെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ആത്മഹത്യയ്ക്ക് കാരണം ജോസ് ഫ്രാങ്ക്ലിന്റെ പീഡനമാണെന്നും നിരന്തരം കടയിലെത്തി ലൈംഗിക ആവശ്യം ഉന്നയിച്ചുവെന്നും ജോസ് ഫ്രാങ്ക്ലിന് വഴങ്ങിക്കൊടുക്കാതെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. ഭർത്താവില്ലാത്ത സ്ത്രീയോട് ഇങ്ങനെ ചെയ്യാമോ? അവൻ തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. വൃത്തികെട്ട് ജീവിക്കേണ്ടെന്നും അതുകൊണ്ട് മരിക്കുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം ഒളിവിൽ കഴിയുന്ന ജോസ് ഫ്രാങ്ക്ലിനെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അറസ്റ്റിൽ കാലതാമസമുണ്ടായിട്ടില്ലെന്നും ഉടൻ ജോസ് ഫ്രാങ്ക്ലിനെ പിടികൂടുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പോലീസ് കർശനമായ നടപടി സ്വീകരിക്കും. പിന്നെ നിയമപരമായ കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചിട്ട് മാത്രമേ ഒരു അറസ്റ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇന്ന് ഉടനെ അരമണിക്കൂറിന് അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കേസുകളും നടക്കില്ല. മുട്ടയ്ക്കാട് കെൻസ ഹൗസിൽ സലിതാകുമാരി ബുധനാഴ്ചയാണ് വീട്ടിൽ ജീവനൊടുക്കിയത്. ആദ്യം അപകടമരണമെന്ന് കരുതിയെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യയെന്ന് ഉറപ്പിച്ചു. പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബൈബിളിൽ നിന്നും 2 ആത്മഹത്യാക്കുറിപ്പുകളും കണ്ടെത്തി. മകനും മകൾക്കുമായി പ്രത്യേകം ആത്മഹത്യാക്കുറിപ്പുകളായിരുന്നു. മകൻ രാഹുലിനെഴുതിയ കുറിപ്പിലാണ് കൗൺസിലറും DCC ജനറൽ സെക്രട്ടറിയുമായ ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പറയുന്നത്. ജോസ് ഫ്രാങ്ക്ലിൻ രാത്രി വൈകി അമ്മയെ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടെന്നും മകനും മകളും പോലീസിന് മൊഴി നൽകി. പിന്നാലെയാണ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സുധാകരൻ CPM-നോട് ഇടഞ്ഞു തന്നെ. നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തിൽ വഴങ്ങാതെ നിൽക്കുകയാണ് അദ്ദേഹം. VS-ന്റെ പേരിൽ സംഘടിപ്പിച്ച KSKTU സംഘടിപ്പിച്ച അവാർഡ് വിതരണ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ജില്ലാ സെക്രട്ടറി R നാസർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ടെത്തിയായിരുന്നു VS-ന്റെ പേരിൽ സംഘടിപ്പിച്ച പുരസ്കാര വിതരണ ചടങ്ങിലേക്ക് സുധാകരനെ ക്ഷണിച്ചത്. സൈബറിടത്തിൽ സുധാകരനെതിരെ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പു നൽകിയ നേതാക്കൾ പാർട്ടി നേതൃത്വത്തിനെതിരെ സുധാകരൻ നടത്തുന്ന തുറന്ന വിമർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മടങ്ങിയത്. പാർട്ടി പൊതുപരിപാടികളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന സുധാകരനെ പൊതുവേദികളിൽ പങ്കെടുപ്പിച്ച് ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ കൂടിക്കാഴ്ച. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ സുധാകരൻ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. പരിപാടി അവർ നടത്തിക്കോളുമെന്ന നിലപാടായിരുന്നു സുധാകരന്റേത്. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നായിരുന്നു സുധാകരന്റെ ഈ പിന്മാറ്റം. ഇതോടെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് അകന്നുനിന്ന മുതിർന്ന നേതാവിനെ പാർട്ടിയുമായി ചേർത്ത് നിർത്താനുള്ള CPM നീക്കമാണ് വെറുതെയായത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കി സുധാകരനെ പാർട്ടി വഴിയിലേക്ക് എത്തിക്കാൻ ഇനി പുതിയ നീക്കങ്ങൾ തേടേണ്ടി വരും CPM നേതൃത്വത്തിന്. അമൃത ന്യൂസ്, ആലപ്പുഴ. കോൺഗ്രസ് പുനഃസംഘടനാ വിഷയത്തിൽ സഭയല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അബിൻ വർക്കിയുടെയും ചാണ്ടിയുമ്മന്റെയും വിഷയത്തിൽ മലങ്കര സഭയുടെ നിലപാടിനെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സാമുദായിക പ്രാതിനിധ്യം ഉൾപ്പെടെ പുനഃസംഘടനയിൽ പരിഗണിക്കാറുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ 100% എല്ലാവർക്കും തൃപ്തിയുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. 100% തൃപ്തി കോൺഗ്രസ്സിൽ സ്ഥാനങ്ങൾ ആഗ്രഹിച്ച നിരവധി പേരുണ്ട്. 100% തൃപ്തിയുണ്ടെന്ന് കരുതുന്നില്ല. എന്നാൽ അധികമായ അതൃപ്തിയുമില്ല. നേരിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യും. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസ്സിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പേരാമ്പ്ര സംഭവത്തിൽ സത്യസന്ധരായ പോലീസുകാരെ CPM ഭീഷണിപ്പെടുത്തുന്നതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഭീഷണി പ്രസംഗം നടത്തിയ EP ജയരാജനെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പേരാമ്പ്ര സംഭവത്തിൽ പോലീസിൻ്റെ കരങ്ങൾ കെട്ടാനാണ് CPM ശ്രമിക്കുന്നത്. ഷാഫി പറമ്പിൽ MPയെ പോലീസുകാരൻ തന്നെ അന്യായമായിട്ട്
ആക്രമിക്കുകയായിരുന്നു, പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. അത് അതിൻ്റെ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമായ ദൃശ്യങ്ങളുമുണ്ട്. എന്തിന് SP തന്നെ പറഞ്ഞു അവിടെ ഒരു പോലീസിൻ്റെ നടപടിയിലേക്ക് ഒരു ലാത്തി ചാർജിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നില്ല. ചില പോലീസുകാർ കാണിച്ച തെറ്റായ നടപടിയാണ് ആ പ്രയാസങ്ങൾ, പ്രതിസന്ധി, ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് അതിലെ യഥാർത്ഥ പ്രതികളായ പോലീസുകാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ അന്വേഷണം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. സത്യസന്ധമായ അന്വേഷണവും നിലപാടും സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി യഥാർത്ഥ സംഭവങ്ങൾ തെളിയിക്കപ്പെടരുത് എന്ന് CPM നേതൃത്വം, എന്തിന് LDF കൺവീനർ EP ജയരാജൻ വന്ന് നടത്തിയ ഭീഷണി പ്രസംഗം അവിടെ നിൽക്കുകയാണ്. എറണാകുളം അങ്കമാലിയിലാണ് സംഭവം. പെൺകുഞ്ഞിനെ പ്രസവിച്ചതിന് യുവതിക്ക് ഭർത്താവിൻ്റെ പീഡനം. പെൺകുട്ടി ഉണ്ടായത് ഭാര്യയുടെ കുറ്റം കൊണ്ടാണെന്ന് ആരോപിച്ചാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. ഭാര്യയുടെ പരാതിയിൽ അങ്കമാലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. 2020 ഇരുവരുടെയും വിവാഹം. 1 വർഷങ്ങളോളം പ്രശ്നങ്ങളില്ലാതെ പോയെങ്കിലും പെൺകുഞ്ഞ് പിറന്നതിന് ശേഷം 4 വർഷത്തോളം യുവതി കടുത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങി വരികയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ചികിത്സയ്ക്കായി എത്തിയപ്പോൾ ആശുപത്രി ജീവനക്കാർക്ക് തോന്നിയ സംശയങ്ങളാണ് വിവരം പുറത്തറിയാൻ ഇടയാക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സുപ്രധാന രേഖകൾ പിടിച്ചെടുത്ത പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ ഹാർഡ് ഡിസ്കും സ്വർണവും പണവും ഉൾപ്പെടെ കണ്ടെടുത്തു. ഭൂമി ഇടപാടുകളുടെ രേഖകളും കസ്റ്റഡിയിലെടുത്തു. 10 മണിക്കൂറോളമാണ് അന്വേഷണ സംഘം പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. അന്വേഷണ സംഘം ഇന്നും തെളിവെടുപ്പ് തുടരുകയാണ്. അതേസമയം മുരാരി ബാബു ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തേക്കും. കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ പെരുമ്പുള്ള മഞ്ഞക്കടവിൽ കിണറ്റിൽ വീണ പുലിയെ രക്ഷപ്പെടുത്തി. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലായിരുന്നു വനം വകുപ്പ് ഇന്നലെ കിണറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കയറിയത്. താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിച്ച പുലിയെ വെറ്ററിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു. പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതിനാൽ ഇന്ന് തന്നെ വനത്തിലേക്ക് വിടുമെന്ന് വനപാലകർ അറിയിച്ചു. കുട്ടനാട്ടിൽ നെൽകർഷകർക്ക് ആശങ്കയായി ഓല ചുരുട്ടി തണ്ടുതുരപ്പൻ പുഴുക്കൾ. 2ാം കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ പുഴുക്കളുടെ സാന്നിധ്യം വ്യാപകമായതോടെ 2ാം കൃഷിയും നഷ്ടത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയിലാണ് നെൽകർഷകർ. അതേസമയം ആശങ്ക വേണ്ടെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി പാലിക്കണമെന്നും സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഓല ചുരുട്ടിപ്പുഴു അഥവാ ഇലചുരുട്ടിപ്പുഴു, തണ്ടുതുരപ്പൻ എന്നിവയുടെ ആക്രമണമാണ് ഇപ്പോൾ കർഷകരെ ആശങ്കയിലാക്കുന്നത്. വയലുകളെ പാടെ നശിപ്പിച്ചാണ് ഇവയുടെ വിളയാട്ടം. വിതച്ച് 20 ദിവസം മുതൽ 90 ദിവസം വരെ പ്രായമായ ചെടികളിലാണ് കീടസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഇതോടെ 2ാം കൃഷിയും നഷ്ടത്തിലാകുമോ എന്ന ഭീതിയിലാണ് കുട്ടനാട്ടിലെ നെൽകർഷകർ. എന്നാൽ പുഴുക്കളെ തുരത്താൻ കർഷകർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടു. ഒരു 45 ദിവസം വരെയാണെങ്കിൽ നമ്മൾ വളമിടുന്നതിൻ്റെ കൂട്ടത്തിൽ തരി രൂപത്തിലുള്ള കീടനാശിനികൾ രാസവളത്തോടൊപ്പമോ അല്ലെങ്കിൽ ജൈവവളത്തോടൊപ്പമോ കൂട്ടിക്കലർത്തി മണ്ണിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മണ്ണിൽ ഒരു മിനുക്ക് പരുവത്തിൽ വെള്ളം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. 45 ദിവസത്തിന് ശേഷമാണ് കാണുന്നതെങ്കിൽ അത് കീടനാശിനികൾ സ്പ്രേ ചെയ്ത് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. 1 മീറ്റർ സ്ക്വയറിൽ ഏകദേശം 1 ആക്രമണമുള്ള ഓലയാണ് അതിൻ്റെ എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ എന്ന് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നടപടികൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പുതുമ്പോലയിൽ ബാധിച്ചു കഴിഞ്ഞാലും അതിവേഗം തന്നെ നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടതാണ്. ഞാറിൻ്റെ ഇലയിൽ കിടന്നുകൂടി അതിൻ്റെ ഹരിതകം തിന്നു നശിപ്പിക്കുന്നതാണ് ഇലചുരുട്ടിപ്പുഴുവിൻ്റെ രീതി. ഞാറിൻ്റെ തണ്ടിലാണ് തണ്ടുതുരപ്പൻ പുഴുവിൻ്റെ ആക്രമണം. ജില്ലയിൽ മാത്രം 37 പാടശേഖരങ്ങളിലായി ഏകദേശം 190 ഹെക്ടർ പ്രദേശത്ത് കീടസാന്നിധ്യം കാണുന്നുണ്ടെങ്കിലും 60 ഹെക്ടർ പ്രദേശത്താണ് രൂക്ഷമായി കാണപ്പെടുന്നത്. ഇവയുടെ വർദ്ധിച്ച വ്യാപനശേഷിയാണ് മറ്റൊരാശങ്ക. എന്നാൽ ആശങ്കകളെ അകറ്റി നിർത്തി കീടനിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പുകൾ പാലിച്ച് കൃത്യമായ സംരക്ഷണം ഉറപ്പാക്കി ഇവയെ പ്രതിരോധിക്കുക എന്നതാണ് ഇനി കർഷകർക്ക് മുൻപിലുള്ള ഏക മാർഗം. അമൃത ന്യൂസ്, ആലപ്പുഴ. പുനഃസംഘടനയിൽ KPCC അധ്യക്ഷനെ പിന്തുണച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. പുനഃസംഘടനയിൽ സാമുദായിക സമവാക്യങ്ങൾ ഘടകമാകാറുണ്ട്. പക്ഷേ സാമുദായിക സംഘടനകളുടെ നിർദ്ദേശം ഇക്കാര്യത്തിൽ ആവശ്യമില്ലെന്നും മുല്ലപ്പള്ളി കോഴിക്കോട് പറഞ്ഞു. ആ സഭ എല്ലാ കാര്യത്തിലും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ബിക്കറിങ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് ഞങ്ങളത് കണ്ടുകൊണ്ട് പരിഹാരം കണ്ടെത്താൻ നടപടിയെടുക്കും. അല്ലാതെ ഏതെങ്കിലും സാമുദായിക സംഘടനകളുടെ നിയന്ത്രണത്തിൻ്റെ ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഒരു കാലത്തും പോകാറില്ലല്ലോ.
പ്രത്യേക ദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ചയാണ്. 8 ഓവറിനിടെ 3 വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഇന്ത്യ ഇപ്പോൾ 4-ന് 52 റൺസ് എന്ന നിലയിലാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ എന്നിവരാണ് പുറത്തായത്. 7 മാസത്തിനു ശേഷം ഇന്ത്യൻ ജേഴ്സിയിൽ ഇറങ്ങിയ രോഹിത് ശർമ്മ 8 റൺസ് എടുത്ത പുറത്തായി. കോഹ്ലി റൺസൊന്നും എടുക്കാതെ പുറത്തായി. അക്സർ പട്ടേലും KL രാഹുലുമാണ് ക്രീസിൽ. മഴ പലവട്ടം കളി തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് മത്സരം 32 ഓവറായി ചുരുക്കിയിട്ടുണ്ട്. ശുഭ്മാൻ ഗിൽ നായകനായ ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ഏകദിനമാണ് ഇത്. ഏകദിന പരമ്പരയിൽ 3 മത്സരങ്ങളാണ് ഉള്ളത്. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.